Okay, good afternoon. Good afternoon, Miss. Afternoon. ഇതെന്താ ആരും ഇല്ലല്ലോ ക്ലാസ്സിലെ? 4 പേരോ? 5 പേരെ? 6. എന്താ ക്ലാസ്സിൽ കയറാത്തോ? ബാക്കിയുള്ളവരൊക്കെ എന്തോരം കുട്ടികളുണ്ടാവുക? ഈ കൂട്ടത്തിൽ ആരെങ്കിലും പ്രെയർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? അനീറ്റ, അയനാമോൾ, Yes, Miss Anita. പ്രെയർ ആരാണ്? Miss, ഞാനിപ്പോ പ്രിപ്പയർ ചെയ്തിട്ടില്ല. മിസ്സേ ഞാൻ വീട്ടിലില്ല, പുറത്താണ്. ആണോ? ഞാൻ ചെയ്യാം, മിസ്. ഓക്കെ, ശിഫാൻ. Prayer. Thank you, God, for the world so sweet. Thank you, God, for the good we eat. Thank you, God, for the birds that sing. Thank you, God, for everything. Thank you. ഓക്കെ. Thought of the day? ഒന്നുമില്ല. മിക്ക ക്ലാസ്സിലും ഇത്രയും സ്റ്റുഡൻസ് തന്നെ ഉണ്ടാവാറുള്ളോ? Okay, thought of the day, I will tell. Okay, I'm Shanil. Today's thought is, time is slow when you wait. Time is fast when you are late. Time is short when you are happy. Time is endless when you are in pain. Time is a currency. Be careful how you spend it. Thank you. വെരി ഗുഡ്. മറ്റു ക്ലാസ്സിലും ഇത്രയും പേരൊക്കെ തന്നെ ഉണ്ടാവാറുള്ളോ? കഴിഞ്ഞ ജിഷമിസിന്റെ ക്ലാസ്സിൽ 19 പേരുണ്ടായിരുന്നു. ഇപ്പൊ കുറഞ്ഞു എന്തോന്നറിയില്ല. ചിലരൊക്കെ ഇന്റേൺഷിപ്പോ അതിനൊക്കെ പോയി. നമ്മളെ യൂണിറ്റ് 4 ആണ് എടുത്തോണ്ടിരുന്നത്. സ്റ്റേറ്റസ് പറഞ്ഞു, പിന്നെ ഒരു തിയറി ഉണ്ടായത്, അത് പറഞ്ഞു തന്നല്ലോ. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിൽ തിയറി പറഞ്ഞില്ലേ? നാല് സ്റ്റേറ്റസ് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? മേജർ സ്റ്റേജസ് ഓഫ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഓർക്കുന്നുണ്ടോ? ഏതൊക്കെ സ്റ്റേജസ് ആണ് പറഞ്ഞത്? Sensory motor stage, pre-operation stage, concrete operation stage and the formal operation stage. നാല് സ്റ്റേജിൽ പഠിപ്പിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ മറന്നുപോയോ?
ഞാൻ പറയുന്നത് കേൾക്കാമോ? മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ തിയറി പഠിച്ചത് ഓർക്കുന്നില്ലേ? ഉണ്ട് ഉണ്ട്. ഓക്കെ. എന്തൊക്കെയാ പറഞ്ഞത്? സെൻസറി മോട്ടോർ സ്റ്റേജ് ഏത് ടൈമാണ് അതിന്റെ ഏജ് കാറ്റഗറി പറഞ്ഞത്? ഫസ്റ്റ് 2 years. Yes, first 2 years. Then pre-operational stage. 2 to 7 years. 3 to 7 years. Concrete operation stage. 7 to 11 years. Yes, formal operation stage. 11 years and above. 11 and above. Okay. സെൻസറി മോട്ടോർ സ്റ്റേജിൽ എന്തൊക്കെ പ്രത്യേകതകളാണ് പറഞ്ഞത്? Coordination of reflex stimulus during the first 4 months. Object permanent വസ്തുക്കളെ തിരിച്ചറിയുന്നു. Pre-operation സ്റ്റേജില് മെന്റൽ ഇമേജസ്, സിംബോളിക് ആക്ടിവിറ്റീസ് ഇതൊക്കെ കഴിയുന്നു. ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആകുന്നു. ജീവനില്ലാത്ത വസ്തുക്കളെ ജീവനുള്ളവയായിട്ട് കാണുന്ന കുട്ടികൾ. എന്താണ് നമ്മൾ പറയുന്നത്? അനിമിസം. കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് അതിൽ ബുദ്ധിപരമായി തിങ്കിങ് നടത്തുന്നു. ലോജിക്കൽ തിങ്കിങ് അല്ലേ? ലോജിക്കൽ തിങ്കിങ്. ഇൻഡക്റ്റീവ് ആൻഡ് ഡിറ്റക്റ്റീവ് റീസണിങ്, ആത്മാർത്ഥത അറിഞ്ഞു മനസ്സിലാക്കുന്ന കാര്യങ്ങൾ. അണ്ടർസ്റ്റാൻഡിങ് പർപ്പസ് ഓഫ് കൺസർവേഷൻ, സ്ഥിരതയുണ്ടാകുന്നു. കൺസർവേഷൻ ഓഫ് നമ്പേഴ്സ്, വോളിയം, മാസ്, seriation of classification, reversible of thought, ability to think, backward and forward in the time, past, present and future. Formal operational stage, abstract thinking, problem solving, social, moral, self-concept, etc. Okay, it's very good. നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്താണെന്ന് നോക്കാം. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്. During later childhood, children enter into Piaget's concrete operation stage of creative development. They begin to think logically but are unable to think in abstract terms. Children develop powers of observation, attention, reasoning, and abstract thinking. They can focus on more than one aspect of a situation and can universally experience what happens around them. അപ്പോൾ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന്റെ കാര്യമാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ പിയാഷയുടെ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് തിയറിയിലെ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിൽ എന്തൊക്കെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് ആണ് നടക്കുന്നത്, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളൊരു 5 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ 5 പോയിന്റ്സ്.
Okay. Yes. അപ്പോൾ കോൺക്രീറ്റ് ഡെവലപ്പ് ഓപ്പറേഷൻ സ്റ്റേജിൽ എന്തൊക്കെയാണ് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സുകളാണ് നടക്കുന്നത്. ലോജിക്കലി കുട്ടികൾ എങ്ങനെയാണ് ഈ ഒരു ടൈമിൽ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യാനായിട്ട് പഠിക്കുന്നത്. ആ തിയറിയിൽ പറഞ്ഞ പോലെ തന്നെ അല്ലെ, തിങ്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ യുക്തിപരമായിട്ട് ചിന്തിക്കാനായിട്ട് കുട്ടികൾ ആരംഭിക്കുന്നു. ബട്ട് അൺഎബിൾ ടു തിങ്ക് ഇൻ അബ്സ്ട്രാക്ട് ടേംസ്. പിന്നെ അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ടേംസിൽ മൊത്തമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും അവർക്ക് അത്ര കാര്യങ്ങൾ അത്ര വിശദമായിട്ടൊന്നും എന്താണ് മനസ്സിലാക്കാനുള്ള ഒരു ഇതില്ല. പക്ഷെ എന്താണ് കുറെ കാര്യങ്ങൾ നമുക്ക് എന്താണ് അർത്ഥവത്തായിട്ട് മനസ്സിലാക്കാനായിട്ട് കുട്ടികൾക്ക് സാധിക്കുന്ന ഒരു ടൈമാണ് എന്താ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഇന്റലക്ച്വലി ഡെവലപ്മെന്റ്സ് ആയിരിക്കും അവിടെ നടക്കുന്നത്. ദെൻ ചിൽഡ്രൻ ഡെവലപ്പ് പവേഴ്സ് ഓഫ് ഒബ്സർവേഷൻ. ഇതെന്താണ് കുട്ടികൾക്ക് ഒബ്സർവ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് വർദ്ധിക്കുന്നു അല്ലെ. ഏത് ടൈമിലാണ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് നടക്കുന്ന സമയത്താണ് എന്താ ഒബ്സർവ് ചെയ്യാൻ, ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിരീക്ഷിക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി കുട്ടികളിൽ ഉണ്ടാവുന്നു. അതുപോലെ തന്നെ എന്താ അറ്റൻഷൻ. എന്താണ് അറ്റൻഷൻ എന്ന് പറഞ്ഞാല്? അറ്റൻഷൻ എന്താ? What do you mean by attention? അറ്റൻറ്റീവ് ആയിട്ടിരിക്കാൻ, ശ്രദ്ധ ഉണ്ടാവുന്നു അല്ലെ, നന്നായിട്ട് ശ്രദ്ധിക്കുന്ന കാര്യങ്ങള് ശ്രദ്ധിക്കുന്നു, നല്ല രീതിയിലുള്ള അറ്റൻഷൻ ഉണ്ടാവുന്നു. പിന്നെന്താണ് റീസണിങ് ആൻഡ് അബ്സ്ട്രാക്ട് തിങ്കിങ്. റീസണിങ് ആൻഡ് അബ്സ്ട്രാക്ട് തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താ? റീസണിങ് ആൻഡ് അബ്സ്ട്രാക്ട് തിങ്കിങ് കാര്യകാരണ സഹിതം ചിന്തിക്കാനായിട്ട് കുട്ടികൾക്ക് കപ്പാസിറ്റി ഉണ്ടാവുന്നു. They can focus on more than one aspects of a situation and can universally experience what happens around them. They can focus on more than one aspects of a situation. എന്താണ് ഒരു കാര്യം മാത്രമാണോ നോക്കിക്കാണുന്നത്? അല്ല, ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ. ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ അല്ലെ. അവർ ഒരു സാഹചര്യത്തിൽ തന്നെ ഒന്നിലധികം കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നോക്കിക്കാണും. ഓക്കെ. അതുപോലെ തന്നെ എന്താണ് can universally experience what happens ever around them. നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ സാർവത്രികമായിട്ട് യൂണിവേഴ്സിറ്റി ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ അവർ എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്യുന്നു അല്ലെ. അത് എല്ലാ സിറ്റുവേഷനും എന്താണ് ഓരോ സിറ്റുവേഷനെ പല രീതിയിൽ ഫോക്കസ് ചെയ്യുകയും ചെയ്യുന്നു. പിന്നെ എന്താണ് നടക്കുന്ന കാര്യങ്ങൾ അവരെന്താണ് അവരെ എക്സ്പീരിയൻസ് ചെയ്യണം, അത് കൃത്യമായിട്ട് അനുഭവിച്ചറിയുകയും കൂടി ചെയ്യുന്നുണ്ട് അവർ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ. അപ്പൊ അത്തരത്തിലുള്ള കപ്പാസിറ്റിയൊക്കെയാണ് കുട്ടികളില് ഈ ഒരു കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിൽ നടക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് നമ്മളിപ്പോ? തിങ്ക് ലോജിക്കലി അല്ലെ, കുട്ടികള് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുന്നു. ദെൻ അൺഎബിൾ ടു തിങ്ക് ഇൻ അബ്സ്ട്രാക്ട് ടേംസ്. നമുക്ക് അമൂർത്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാൻ അറിയില്ലെങ്കിൽ കൂടി എന്താണ് ലോജിക്കലായിട്ട് കുട്ടികള് തിങ്ക് ചെയ്യുന്നു. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ, എന്ത് പവേഴ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നവർക്ക്? ഒബ്സർവേഷൻ. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ.
പറയുന്ന പോയിന്റ് അണ്ടർലൈൻ ചെയ്യാം. Children Responsibility develop becomes yes. powers of observation, attention, reasoning, and abstract thinking. ഇത്തരം കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്യാം. Yes. That they can focus on more than one aspect of the situation and can universally experience what happens around them. Shani, yes. Next. ഈ പറയുന്നതൊക്കെയാണ് മേജർ ഡെവലപ്മെന്റ് ചേഞ്ചസ് ഓഫ് കോഗ്നിറ്റീവ് എബിലിറ്റി ഡ്യൂറിംഗ് ദിസ് പീരീഡ്. അതായത് എന്തൊക്കെ ഡെവലപ്മെന്റൽ ചേഞ്ചസിലാണ്, അതായത് കോഗ്നിറ്റീവ് എബിലിറ്റിയുടെ കാര്യത്തിൽ അല്ലെ, കോഗ്നിറ്റീവ് എബിലിറ്റി ഉണ്ടാകുന്ന സമയത്ത് എന്തൊക്കെ ചേഞ്ചസ് ആണ്, എന്തൊക്കെ ഡെവലപ്മെന്റ്സ് ആണ് കുട്ടികളിൽ രൂപപ്പെടുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യത്തെ പോയിന്റ് എന്താണ്? ഡ്യൂറിംഗ് ബേസിക് സ്കൂൾ പീരീഡ്. ഒരാളൊന്ന് വായിക്കൂ. സമീറ ഒന്ന് വായിക്കൂ ഫസ്റ്റ് പോയിന്റ്. Yes, miss. The major development changes of cognitive ability during this period, they are: 1. During the basic school period, the child's ability to consume information and accumulate ideas increases and his memory becomes more efficient. 2. His capacity to generalize. ഞാൻ പറയാം കേട്ടോ. During the basic school period, the child ability to consume information and accumulate ideas increases and his memory become more efficient. എന്താണ് ഇവിടെ പറയുന്നത്? അടിസ്ഥാന സ്കൂൾ കാലഘട്ടത്തിൽ, അതായത് ബേസിക് സ്കൂൾ പീരീഡിൽ അല്ലെ, കുട്ടികൾ എന്ത് സംഭവിക്കുന്നു? ചൈൽഡ്സ് എബിലിറ്റി ടു കൺസ്യൂം ഇൻഫോർമേഷൻ. എന്താണ്? ഈ ഒരു കാലഘട്ടത്തിൽ വിവരങ്ങള് ഉപയോഗിക്കാനും ആശയങ്ങളൊക്കെ ശേഖരിക്കാനുള്ള ഒരു കപ്പാസിറ്റി കുട്ടികളിൽ വർദ്ധിക്കുകയാണ്. കൺസ്യൂം ഇൻഫോർമേഷൻ ആൻഡ് അക്യൂമുലേറ്റ് ഐഡിയാസ് ഇൻക്രീസസ് അല്ലെ, ആശയങ്ങൾ രൂപീകരിക്കുന്ന കമ്മ്യൂണിക്കേറ്റ് ഇൻഫർമേഷൻസ് ഒക്കെ വിവരങ്ങളൊക്കെ ശേഖരിക്കുന്നതിനും അതിനെ എന്ത് ചെയ്യുന്നതിനും ആശയങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള ഒരു കപ്പാസിറ്റി കുട്ടികളിൽ വർദ്ധിക്കുന്നു. അതോടൊപ്പം തന്നെ എന്താണ്? ആൻഡ് ഹിസ് മെമ്മറി ബിക്കം മോർ എഫിഷ്യന്റ്. കുട്ടികളുടെ മെമ്മറി, ഓർമ്മ എങ്ങനെയായിരിക്കും? മോർ എഫിഷ്യന്റ്, വളരെയധികം കാര്യക്ഷമമായിട്ടായിരിക്കും അവരുടെ ഓർമ്മശക്തി പ്രവർത്തിക്കുന്നത്. ഓക്കെ, മെമ്മറി കൂടുതൽ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അതാണ് ആദ്യത്തെ ചേഞ്ചസ് എന്ന് പറയുന്നത്. During basic school period, child's ability to consume information and accumulate ideas increases and his memory becomes more efficient. എന്താ പറയുന്നത്? അടിസ്ഥാന സ്കൂൾ കാലഘട്ടത്തിൽ കുട്ടികളില് വിവരങ്ങൾ ഉപയോഗിക്കുന്നതിനും ആശയങ്ങളൊക്കെ ശേഖരിക്കുന്നതിനുമുള്ള കപ്പാസിറ്റി വർദ്ധിക്കുന്നു. അതോടൊപ്പം തന്നെ എന്താണ്? അവർക്ക് മെമ്മറി കൈകാര്യം ചെയ്യുന്നതിൽ ഓർമ്മശക്തിയിൽ എന്താണ്? കൂടുതൽ കാര്യക്ഷമമായിട്ട് അവർക്ക് ആ മെമ്മറി കൈകാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടി വർദ്ധിക്കുകയാണ്. അതാണ് ആദ്യത്തെ ചേഞ്ചസ് എന്ന് പറയുന്നത്. ഏത് സ്റ്റേജിലാണ്? കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിൽ കുട്ടികളിൽ നടക്കുന്ന ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഓക്കെ, യെസ്. സെക്കൻഡ് പോയിന്റ് ഒരാൾക്ക് വായിച്ചേ. ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി. Yes, miss. Vaika. സെക്കൻഡ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് വായിക്കൂ. ഹിസ് കപ്പാസിറ്റി ടു വായിക്കാം. His capacity to generalize as well as ability for logical thinking increases. Yes. Okay. എന്ത് കപ്പാസിറ്റിയാണ് ഇവിടെ കുട്ടികൾ ഡെവലപ്പ് ചെയ്യുന്നത് പറയുന്നത്? കപ്പാസിറ്റി ടു ജനറലൈസ് ആസ് വെൽ ആസ് എബിലിറ്റി ടു ഫോർ ലോജിക്കൽ തിങ്കിങ് ഇൻക്രീസസ്. ജനറലൈസ് ചെയ്യുക, അതായത് ഒരു കാര്യത്തെ സാമാന്യവൽക്കരിക്കാൻ, അതായത് ജനറലൈസ് ചെയ്ത് മനസ്സിലാക്കുന്നതിനും പിന്നെന്താണ്? യുക്തിപരമായിട്ട് ചിന്തിക്കാനുള്ള കഴിവുകൾ കുട്ടികളിൽ വർദ്ധിക്കുന്നു. ഓക്കെ,
അതായത് ഒരു കാര്യത്തെ ജനറലൈസ് ചെയ്യാൻ, ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അതിനെ പൊതുവായി മനസ്സിലാക്കേണ്ടത് ജനറൽ ആയിട്ട് അതിനെ മനസ്സിലാക്കാനും അതോടൊപ്പം തന്നെ എന്താണ് യുക്തിപരമായിട്ട് ചിന്തിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഈ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണ് കുട്ടികളിൽ നടക്കുന്നത്. ഓക്കെ, ഇതാണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്. കപ്പാസിറ്റി ടു ജനറലൈസ് ആസ് വെൽ ആസ് എബിലിറ്റി ഫോർ ലോജിക്കൽ thinking increases. Okay. Then third point, Shifana. Shifana, like you. The child becomes more efficient in selecting, developing, and applying cognitive operation in relation to material objects. Okay. The child becomes more efficient in selecting. ഒരു കുട്ടി എന്താണ് ഒരു കാര്യം എഫിഷ്യന്റ് ആയിട്ട് സെലക്ട് ചെയ്യാനായിട്ട് അല്ലെ. സെലക്ട് എന്ന് വെച്ചാൽ എന്താണ് കാര്യക്ഷമമായിട്ട് തിരഞ്ഞെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി. എന്ത് കാര്യമായിക്കൊണ്ട് അതിനെ കാര്യക്ഷമമായിട്ട് തിരഞ്ഞെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി, സെലക്ടിങ് പവർ ഉണ്ടാകുന്നു. ഓക്കെ, ദെൻ അതുപോലെ തന്നെ എന്താണ് ഡെവലപ്പിംഗ് ആൻഡ് അപ്ലൈയിങ് കോഗ്നിറ്റീവ് ഓപ്പറേഷൻസ് ഇൻ റിലേഷൻ ടു മെറ്റീരിയൽ ഒബ്ജക്ട്സ്. എന്താണ് ഒരു കാര്യം സെലക്ട് ചെയ്യുക, അതായത് ഇവിടെ പറയുന്നത് കോഗ്നിറ്റീവ് ഓപ്പറേഷൻസ് ഇൻ റിലേഷൻ മെറ്റീരിയൽ ഒബ്ജക്ട്സ് എന്നാണ് പറയുന്നത്. എന്താണ് മെറ്റീരിയൽ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്? നമ്മുടെ ഭൗതികപരമായിട്ടുള്ള വസ്തുക്കൾ അല്ലെ. ഭൗതിക വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഒരു ഭൗതിക വസ്തുവായിട്ട് കുട്ടി കോഗ്നിറ്റീവ് ബന്ധം പുലർത്തുന്നു അല്ലെങ്കിൽ കോഗ്നിറ്റീവ് രീതിയിൽ പെരുമാറുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനൊരു ഉദാഹരണമായിട്ട് നമുക്ക് മൊബൈൽ ഫോൺ പറയാം. ഓക്കെ, അത് കുട്ടികൾ എന്താണ് വളരെയധികം നല്ല സെലക്ട് ചെയ്തെടുക്കുന്ന ഒന്ന് തന്നെയാണ് അല്ലെ. മൊബൈൽ ഫോൺ, മൊബൈൽ ഗെയിം കളിക്കുക എന്നുള്ളത് എന്താണ്? മൊബൈൽ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ അവന് നല്ലൊരു സെലക്ഷൻ കഴിഞ്ഞു അല്ലെ, കാര്യക്ഷമമായവൻ തിരഞ്ഞെടുക്കും. എന്തുകൊണ്ടാണ്? മൊബൈലിൽ കൂടി അവന് വളരെയധികം പർപ്പസ് ഉണ്ട് അല്ലെ. ഒരു ഗെയിം കളിക്കാം, അതിനകത്ത് ഇൻഫോർമേറ്റീവ് ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. വീഡിയോസ് കാണാം, മ്യൂസിക് കേൾക്കാം, എല്ലാ കാര്യങ്ങളും എന്താണ് മൊബൈലിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ എന്താണ് അവിടെ പറയുന്നത്? ചൈൽഡ് ബിക്കം മോർ എഫിഷ്യൻസ് ഇൻ സെലക്ടിങ്. ഒരു കുട്ടി ഒരു കൃത്യമായ ഒരു കാര്യം സെലക്ട് ചെയ്യുന്നു. അതിൽ എന്താ അവൻ എന്താണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്? ഡെവലപ്പിംഗ് ആൻഡ് അപ്ലൈയിങ് കോഗ്നിറ്റീവ് ഓപ്പറേഷൻസ്. അതായത് അവന്റെ മൊബൈലിൽ നോക്കുക എന്നുള്ളത് എന്താണ്? അവന്റെ വൈജ്ഞാനികപരമായിട്ട് ഇന്റലക്ച്വൽ പരമായിട്ട് ചിന്തിക്കുകയാണ് അതിനെ കുറിച്ച് അല്ലെ. അപ്പൊ ഗെയിം കളിക്കുമ്പോൾ എന്താണ് അടുത്ത ലെവലിലേക്ക് പോകണം, ഇന്ന ലെവൽ സക്സസ് ചെയ്യണം. അപ്പൊ എന്താണ് കുട്ടിയിൽ അവിടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്സ് അവിടെ നടക്കുകയാണ്. ആ ഒരു ലെവൽ കംപ്ലീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കാണുമ്പോൾ അതിന്റെ എക്സ്റ്റെൻഡ് ആയിട്ടുള്ള വീഡിയോസ് സെർച്ച് ചെയ്ത് പോകണം. അങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള ഒരു കപ്പാസിറ്റീസ് ഒക്കെ ഏത് സ്റ്റേജിലാണ് കുട്ടിയിൽ രൂപപ്പെടുന്നത്? കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണ് അത് രൂപപ്പെടുന്നത്. ഓക്കെ, യെസ് യെസ് അതിന്റെ മലയാളം പറഞ്ഞ എന്താണ്? ഭൗതിക വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട് വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലും വികസിപ്പിക്കുന്നതിലും പ്രയോഗിക്കുന്നതിലും എന്താണ് കൂടുതൽ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നത്. മൊബൈൽ ഫോൺ തന്നെ നമ്മൾ വിചാരിച്ചാൽ മതി. ഓക്കെ, അതാണ് ഏറ്റവും കൂടുതൽ അവർ അറ്റൻറ്റീവ് ആയിട്ട് അതിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് അല്ലെ മൊബൈൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവരുടെ പ്രവർത്തനങ്ങൾ അവരൊരു സ്ഥലത്ത് അറ്റൻഷനോടെ ഇരിക്കുന്നു, വളരെയധികം കോൺസെൻട്രേഷൻ കൊടുത്ത് ആ ഫോണിലെ ഗെയിമോ എന്തോ ആയിക്കോട്ടെ അത് ചെയ്യാനായിട്ട് ഇരിക്കുന്നു. ആ സമയത്ത് അവരിൽ എന്ത് നടക്കുന്നുണ്ട്? കോഗ്നിറ്റീവ് എബിലിറ്റീസ് ഡെവലപ്മെന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ഈ ഒരു സ്റ്റേജിലാണ് നടക്കുന്നത്. കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിൽ നടക്കുന്ന ഒരു മറ്റൊരു ക്രിയേറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റേജസ് ആണ് ഇത്. ഒരു കാര്യം സെലക്ട് ചെയ്യുന്നതിനും അത് മെറ്റീരിയൽ ഒബ്ജക്ട്സുമായിട്ട് കണക്ട് ചെയ്ത് സംവദിക്കുന്നതിനുള്ള ഒരു സ്റ്റേജ് ആണ് എന്താ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഫോർത്ത് പോയിന്റ് എന്താണ്? ഫോർത്ത് പോയിന്റ് രഞ്ജിത വായിക്കോ? രഞ്ജിത. At this age, the child tends to live in a world of make-believe of which he himself is the creator. Yes. This age, the child tends to live. Tends എന്ന് വെച്ചാൽ എന്താ? പ്രവണത എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. Tends to live in a world of make-believes of which he himself is the creator. എന്താണ് ഈ സ്റ്റേജില് കുട്ടികൾക്ക് തോന്നൽ രൂപപ്പെടുന്നത്? എന്താണ്? താനാണ് ഈ ലോകത്തിന്റെ ക്രിയേറ്റർ, താൻ തന്നെയാണ് സൃഷ്ടാവ്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഉദാഹരണം പറഞ്ഞാൽ ഞാൻ എന്ന ഭാവം എന്ന് നമ്മൾ പറയാറില്ല, ഞാൻ എന്ന ഭാവം. ഓക്കെ, അതായത് കുട്ടി ചെയ്യുന്ന കാര്യങ്ങളിൽ അവനെ വളരെയധികം അവൻ വിശ്വസിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ.
അവന്റേതായ ലോകത്ത് അവനെല്ലാം അറിയാം, എനിക്കെല്ലാം ചെയ്യാൻ അറിയാം, എനിക്ക് ഇതൊക്കെ പറ്റും, എനിക്ക് ആ കഴിവുണ്ട് ഈ കഴിവുണ്ട് എന്നതൊരു സ്വയം തോന്നല്. അതായത് ഈ ലോകത്ത് ഈ വേൾഡിന്റെ തന്നെ ക്രിയേറ്റർ എന്നുള്ള ഉദ്ദേശിക്കുന്ന ആരാണ്? സൃഷ്ടാവ് എന്നുള്ളത് മീനിങ് അല്ലെ. അപ്പൊ താൻ തന്നെ ഈ ലോകത്തിന്റെ ക്രിയേറ്റർ ആണ് എന്നൊക്കെ തോന്നൽ രൂപപ്പെടുന്നത് എപ്പോഴാണ്? ഈ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണ് അത്തരത്തിലുള്ള ചിന്താഗതികൾ കുട്ടികളിൽ രൂപപ്പെടുന്നത്. നമ്മൾ പറഞ്ഞില്ലേ ലോജിക്കൽ ആയിട്ട് തിങ്ക് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ. അപ്പൊ എന്താണ്? ഇത്തരത്തിലുള്ള ചിന്താഗതികൾ കൂടി അവരിൽ രൂപപ്പെടുന്നുണ്ട്. ഓക്കെ. The child tends to live in a world of make-believe of which he himself is the creator. അവന്റേതായ വിശ്വാസങ്ങള്, അവന്റേതായ ആംഗിളിലൂടെ നോക്കുന്നത്. നമ്മൾ പറഞ്ഞു ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു അവൻ റിയാലിറ്റിയിലേക്ക് കടക്കുന്ന ഒരു സമയമാണ് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് നമ്മൾ പറഞ്ഞല്ലേ. സിസ്റ്റമാറ്റിക് ആയിട്ട് ചിന്തിക്കുന്നതിനും അതുപോലെ തന്നെ എന്താണ് ലോജിക്കൽ തിങ്കിങ് ഒക്കെ നടക്കുന്ന ഒരു ഘട്ടമാണ് എന്താണ് ഈ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ സ്വയം ചിന്തിക്കുകയാണ് ഈ ലോകത്തിന്റെ സൃഷ്ടാവ് ക്രിയേറ്റർ ഞാനാണെന്ന ഭാവമാണ് കുട്ടികളിലെ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഫോർത്ത് പോയിന്റിൽ പറയുന്നത്. Then fifth എന്താണ്? ഫിഫ്ത് പോയിന്റ് മഞ്ജുഷ എന്ന് വായിക്കൂ. മഞ്ജുഷ. Okay, Miss. Children become increasingly concerned with the cause and effect relationship in physical and natural phenomena in the environment. Okay. Yes. Children become increasingly concerned with the cause and effect relationship in physical and natural phenomena in the environment. എന്താ പറയുന്നത്? കുട്ടികള് കോസ് ആൻഡ് ഇഫക്ട് റിലേഷൻഷിപ്പിനെ പറ്റി പഠിക്കുന്നു. എന്താണ് കോസ് ആൻഡ് ഇഫക്ട് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാല്? അതായത് കാര്യകാരണങ്ങളെ കുറിച്ച്. എന്തെങ്കിലും ഒരു കാര്യം നടന്നാൽ പിന്നെ വ്യക്തമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അതിൽ അടങ്ങുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു ഫിസിക്കലി നാച്ചുറലി ഇൻവോൾവ്മെന്റ്, അതായത് നമ്മുടെ പ്രകൃതിദത്തപരമായി നടക്കുന്ന കാര്യങ്ങൾ, ഭൗതികപരമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ, നാച്ചുറൽ ഫിനോമിനാസ്, ഇതിനെയൊക്കെ കുറിച്ച് എന്താണ് അതിന്റെ കാര്യകാരണങ്ങൾ സഹിതം പഠിക്കാനായിട്ടുള്ള അതിനെ കുറിച്ച് അറിയാനായിട്ടുള്ള ഒരു കപ്പാസിറ്റീസ് കുട്ടികൾ ഡെവലപ്പ് ചെയ്യുന്നത്. അത് നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് കോസ് ആൻഡ് ഇഫക്ട് കാര്യകാരണങ്ങളെ കുറിച്ച് പഠിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം മഴയെ കുറിച്ച്. കുഞ്ഞു സമയത്ത് ചെറിയ കുട്ടിയായിരുന്നപ്പോ മഴ എന്താണെന്ന് കുഞ്ഞിനെ അറിയില്ല അല്ലെ. പിന്നീട് അങ്ങോട്ട് വലുതാവുന്നതനുസരിച്ച് എന്താണ് ഒന്നില്ലെങ്കിൽ അവന് സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് സുഹൃത്തുക്കളിൽ നിന്നോ അല്ലെങ്കിൽ അമ്മ തന്നെ പാരന്റ്സിൽ നിന്നോ എന്താണ് കുട്ടി മഴ ഉണ്ടാവുന്ന എങ്ങനെയാണെന്ന് പഠിച്ചു. പിന്നീട് എന്താണ് ഒരു വലുതായി കഴിഞ്ഞ സമയത്ത് കുട്ടി മനസ്സിലാക്കി ഏകദേശം ഈ 7 to 11 years ആവുന്ന ടൈമില് മഴ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതിനെ പറ്റി കുട്ടി കാര്യകാരണങ്ങൾ മനസ്സിലാക്കും അല്ലെ. നമ്മൾ പറഞ്ഞു കൊടുക്കും ഇങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളത്. അത് എന്താണ് നാച്ചുറൽ ഫിനോമിന. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ എങ്ങനെ ഉണ്ടാകുന്നു, കാറ്റ് എങ്ങനെ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു, എങ്ങനെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടിക്ക് എന്താണ് അത് സംശയമുള്ളെടുക്കും അല്ലെ. അതെങ്ങനെ ഉണ്ടാവുന്നു ദെൻ അതിന്റെ കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടിക്ക് അത് മനസ്സിലാവുന്നു. കാര്യകാരണങ്ങൾ കോസ് ആൻഡ് ഇഫക്ട് കുട്ടി റിയലൈസ് ചെയ്യണം അല്ലെ. അങ്ങനെ അത് മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി കുട്ടിയിൽ ഉണ്ടാവുന്നു. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് ഫിസിക്കൽ ആയിട്ടുള്ള റിലേഷൻഷിപ്സ്. ഫിസിക്കൽ റിലേഷൻഷിപ്സിനെ പറ്റി എങ്ങനെയാണ് പറയുന്നത്? ശാരീരികമായിട്ടുള്ള ഉണ്ടാകുന്ന കുറെ കാര്യങ്ങളും അവർക്ക് സംശയങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ കണ്ണിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, ഓർമ്മശക്തി എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, കേൾക്കുന്നത് എങ്ങനെയാണ്. അപ്പൊ നമുക്ക് അതിൻ്റെതായ ഒരു ശാസ്ത്ര സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ കുട്ടികൾ അത് അറിഞ്ഞ് മനസ്സിലാക്കാൻ തുടങ്ങും. എല്ലാത്തിന്റെയും പിന്നിൽ ഒരു കാര്യവുമുണ്ട്, കാരണങ്ങളുമുണ്ട്. യെസ്, കോസ് ആൻഡ് എഫക്റ്റ് എല്ലാ ഫാക്ടേഴ്സിലുള്ള കാര്യമാണ്. അപ്പൊ കുട്ടികളെ സംബന്ധിച്ചിട്ട് അതൊക്കെ പഠിച്ചു തുടങ്ങുന്ന അല്ലെങ്കിൽ അതൊക്കെ മനസ്സിലാക്കി തുടങ്ങുന്ന ഒരു ടൈമാണ് എന്താ ഈ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സ്റ്റേജിലാണ് ഇത്തരത്തിലുള്ള ഒരു കപ്പാസിറ്റി ഒക്കെ കുട്ടികളില് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലായോ അഞ്ചാമത്തെ പോയിന്റ് എന്താണെന്നുള്ളത്? യെസ്, ഓക്കെ, ഒന്നുകൂടി നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? ഡ്യൂറിംഗ് ദ ബേസിക് സ്കൂൾ പീരിയഡ് a child ability to consume information and accumulate ideas increase and his memory become more efficient. എന്താണ് ഈ ഒരു സമയത്താണ് കുട്ടികൾ ആശയങ്ങൾ കൈമാറുന്നതും ശേഖരിക്കുന്നതിനും അത് ഉപയോഗിക്കുന്നതിനൊക്കെ പഠിക്കുന്നത് അല്ലെ.
ഐഡിയാസ് ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നതും അതുപോലെ തന്നെ എന്താണ് ഓർമ്മശക്തി അല്ലെങ്കിൽ മെമ്മറി കാര്യക്ഷമമായിട്ട് കൈകാര്യം ചെയ്യാനൊക്കെ സാധിക്കുന്നതും എന്ത് രീതിയിലാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ പീരീഡിലെ ഒരു ഡെവലപ്മെന്റൽ ചേഞ്ചസ് ആണ്. സെക്കൻഡ് പോയിന്റ് എന്താണ് പറയുന്നത്? His capacity to generalize as well as ability for logical thinking increases. എന്താണ് അവർക്ക് ഒരു കാര്യത്തെ ജനറലൈസ് ചെയ്ത് മനസ്സിലാക്കുന്നതിനും അതുപോലെ തന്നെ എന്താണ് ലോജിക്കൽ തിങ്കിങ്ങിൽ യുക്തിപരമായി ചിന്തിക്കുന്നതിനും ഉള്ള കപ്പാസിറ്റി കുട്ടികളിൽ വർദ്ധിക്കുന്നു. തേർഡ് പോയിന്റ്, the child becomes more efficient in selecting. ഒരു കാര്യം സെലക്ട് ചെയ്ത് മോർ എഫിഷ്യന്റ് ആയിട്ട് തിരഞ്ഞെടുക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാകുന്നു. Then developing and applying cognitive operations in relation to material objects. ആ തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങൾ എന്താണ് മെറ്റീരിയൽ ഒബ്ജക്ട്സുമായിട്ട് ഇരകലർത്തിക്കൊണ്ട് കോഗ്നിറ്റീവ് ഓപ്പറേഷൻസ് നടത്താനായിട്ട് കുട്ടികളിൽ സാധ്യമാകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ മൊബൈൽ ഫോൺസുകൾ ഉപയോഗിക്കുന്നത്, TV കാണുന്നത്, അതൊക്കെ എന്താണ് അവിടെ എഫിഷ്യന്റ് ആയിട്ട് സെലക്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ. ഫുട്ബോൾ മാച്ച് കളിക്കാൻ പോകുന്നതൊക്കെ എന്താണ് അവരുടെ തിരഞ്ഞെടുക്കുക, അവർക്ക് ഇഷ്ടമുള്ളത് അവർക്ക് തിരഞ്ഞെടുക്കാനും അത് അപ്ലൈ ചെയ്യാനും അതിൽ ഡെവലപ്മെന്റ്സ് കാഴ്ചവെക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി കുട്ടികളിൽ രൂപപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ദെൻ ഫോർത്ത് സ്റ്റേജിൽ എന്താണ് പറയുന്നത്? At this stage, child tends to live in a world of make-believe of which he himself is a creator. കുട്ടി താൻ ചെയ്യുന്ന കാര്യങ്ങൾ വിശ്വസിക്കുകയും തന്നിലൂടെ താനാണ് ലോകത്തിന്റെ ക്രിയേറ്റർ എന്നാണ് കുട്ടി വിശ്വസിക്കുന്നത്. അത്തരത്തിലുള്ള ചിന്താഗതികൾ രൂപപ്പെടുന്നത് ഈ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണ്. ഫിഫ്ത് പോയിന്റ് എന്താണ്? Children become increasingly concerned with the cause and effect relationship and physical natural phenomena in the environment. അതായത് നമ്മുടെ പരിസ്ഥിതിക്ക് ചുറ്റുമുള്ള അതായത് പരിസ്ഥിതിയിലെയും ശാരീരികമായിട്ട് പ്രകൃതിദത്തമായിട്ടുള്ള എല്ലാ പ്രതിഭാസങ്ങളുടെയും കാര്യവും കാരണങ്ങളും കാര്യകാരണങ്ങളുടെ ബന്ധത്തെ കുറിച്ചിട്ടും കാര്യക്ഷമമായിട്ട് മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജുമാണ് എന്ത്? കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് സ്റ്റേജസ്, മേജർ ഡെവലപ്മെന്റ്സ് ആണ്. എബിലിറ്റി അതായത് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന എബിലിറ്റി ചേഞ്ചസ് ആണ്, ഡെവലപ്മെന്റൽ ചേഞ്ചസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞ 5 പോയിന്റ്സ്. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടോ അതില്? ക്ലിയർ ആണോ? ക്ലിയർ ആ മിസ്സേ? കുറച്ചു പേരൊക്കെ വന്നിട്ടുണ്ടല്ലോ, കുറച്ചു പേര് പോയി. യെസ്, നിങ്ങള് ബാക്കിയുള്ളവരോട് ഇന്റേൺഷിപ്പ് പോയ കുട്ടികളായിക്കോട്ടെ എങ്കിലും നിങ്ങൾക്ക് വേറൊരു വാട്സപ്പ് ഗ്രൂപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവരോട് പറയാം, ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറയണം കേട്ടോ. ഇല്ലേ കുറച്ചു പേര് വെച്ച് ക്ലാസ് എടുക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ്. കേറാതിരിക്കുന്നുണ്ടെങ്കിൽ അവരോട് കയറാൻ പറയാട്ടോ ക്ലാസ്സിലെ. വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടോ നിങ്ങൾക്ക്? സമീറ, വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടോ? ഉണ്ട്. അവരോടൊന്ന് പറയണം കേട്ടോ, ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറയണം. യെസ്, അല്ലെങ്കിൽ നമുക്ക് ലൈവില് റെക്കോർഡഡ് ക്ലാസ് ഓക്കെ ശരിയാണ്, സൗകര്യപ്രദമായിട്ട് കാണുന്നവരുണ്ടായിരുന്നെങ്കിലും ലൈവില് കുറച്ചും കൂടി നിങ്ങൾ അത്യാവശ്യം ഒരു 40 പേരോളം എങ്കിലും ക്ലാസ്സിൽ ഉണ്ടായിരുന്നവരാണ്. ഇപ്പൊ നോക്കിയേ സ്ട്രെങ്ത് വളരെയധികം കുറവാണ്. ഇന്റേൺഷിപ്പിന് പോണ കാര്യം മാത്രമല്ല, അല്ലാതെയും ക്ലാസ്സിൽ കയറാതെ മാറി നിൽക്കുന്നുണ്ട് കുറച്ചു പേര്. ഒരു ഇൻഫോർമേഷൻ ഒന്ന് കൊടുത്തിരിക്കണം കേട്ടോ. സമീറിനെ ഞാൻ അത് ഏൽപ്പിക്കുകയാണ്. ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ മാക്സിമം എല്ലാവരോടും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറയണം, ലൈവ് ക്ലാസ്സിൽ തന്നെ കേൾക്കാൻ പറയണം. ഓക്കെ, യെസ്. അപ്പൊ ആള് കുറച്ചുള്ളതുകൊണ്ട് നമുക്ക് പഠിപ്പിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. ബാക്കിയുള്ളവര് കൂടി ഉണ്ടെങ്കിൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ലൈവ് ക്ലാസ് ലൈവായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അത് കുറച്ചു പേര് മാത്രമേ ഉള്ളൂ, അതൊരു ബുദ്ധിമുട്ടാണ്. അതാണ് കുറച്ച് ഭാഗങ്ങൾ മാത്രം എടുത്തു പോണത്. എനിക്ക് തോന്നുന്നു ഇന്റലക്ച്വൽ തിയറി എടുത്തപ്പോ കുറച്ചും കൂടി പിള്ളേരുണ്ടായിരുന്നു, ആരുമില്ല. യെസ്, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ് മിസ്സേ. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾക്ക് ഇന്നൊരു എന്താണ്
ഒരു ഡിസ്കഷൻ ആണ്, ഡിസ്കഷൻ ടോപ്പിക് ഞാൻ തരാണ്. വളരെയധികം റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, നമുക്കറിയാം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായം കൂടെ രേഖപ്പെടുത്താം കേട്ടോ. ആരെയും വേദനിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള ആരെങ്കിലും എന്തെങ്കിലും ആക്കിയിട്ടൊന്നും സംസാരിക്കരുത് കേട്ടോ. മാധ്യമങ്ങൾക്കെതിരെയോ അങ്ങനെയൊന്നും ഇത് സംസാരിക്കരുത്. നമ്മളുടേതായ കാഴ്ചപ്പാടിൽ മാത്രം സംസാരിക്കുക. ഓക്കെ, യെസ്, റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഞാൻ ഇന്നലെയാണ് ആ ഒരു ന്യൂസിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് ആ ടോപ്പിക്ക്. 2ാം ക്ലാസ്സിലൊക്കെ ചെയ്ത് പലരും പല അഭിപ്രായങ്ങളും പലരും പല തീവ്രമായിട്ടൊക്കെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് നിങ്ങളുടെ കൂടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ കാര്യം ഇതിൽ നിങ്ങൾ ആൻസർ പറയാനാണ് കേട്ടോ. യെസ്, വേറെ ഒന്നുമല്ല. ഇപ്പൊ നമ്മൾ ഈയിടെ ഏറ്റവും കൂടുതൽ ന്യൂസിൽ എന്താ കാണുന്നത്? ന്യൂസ് കാണുന്നവരല്ലേ നിങ്ങള്? കൊല്ലം കൊലയാണ് മിസ്സേ, കൊല്ലം കൊല. യെസ്, കൊലപാതകങ്ങളെ കുറിച്ച് അല്ലെ? കൊലകളാണ് ഈ ഒരു കുറച്ച് പീരീഡിൽ ഏകദേശം 150ഓളം കൊലപാതകങ്ങൾ തന്നെ ഈ ഒരു കുറച്ച് പീരീഡിനുള്ളിൽ നടന്നിട്ടുണ്ട്. 150ഓളം കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. ഓക്കെ, അതിനെ കുറിച്ചിട്ട് നിങ്ങളൊരു ടീച്ചർ എന്ന നിലയിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാം. എനിക്ക് പറയാം, നമ്മളുടെ തൊട്ടടുത്ത് നടന്ന ഇപ്പോ അഞ്ചു പേരെ കൊന്ന ഒരു കുടുംബത്തിൽ 5 പേരെ കൊന്നൊരു ന്യൂസ് കണ്ടായിരുന്നു നിങ്ങളാണ്. അഫ്സാൻ എന്നാണോ പേര് കുട്ടിയുടെ? യെസ്, അതില് പല രീതിയിൽ അഭിപ്രായങ്ങൾ വരുന്നുണ്ട് അല്ലെ? കുട്ടിയുടെ കടബാധ്യതകൾ മൂലമാണ് കുട്ടി അങ്ങനെ ചെയ്തതെന്ന് പറയുന്നുണ്ട്. പക്ഷെ എങ്കിൽ കൂടി നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? കടബാധ്യത മൂലം ഈ വീട്ടിലുള്ള 5 പേരെ കൊല്ലണമെന്നുണ്ടോ നമുക്ക്? അതിന് എന്തൊക്കെ വേറെ മാർഗങ്ങളുണ്ട്? കടുത്ത ശിക്ഷ തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് മറ്റുള്ളവർക്ക് നമ്മൾ ഇങ്ങനെ കടുത്ത ശിക്ഷ കൊടുക്കുന്നതാണ് നല്ലത് ഇതിന്. അല്ലെങ്കിൽ കുറച്ചു നാള് ജയിലിലിട്ടേച്ച് വീണ്ടും കുറച്ച് വർഷത്തിന് ശേഷം ഇത് തന്നെ ആവർത്തിക്കും. മദ്യവും മയക്കുമരുന്നൊക്കെ ഈ കൊലപാതകങ്ങളിൽ കുറെ പങ്ക് വഹിക്കുന്നുണ്ട്. സ്വബോധത്തിലല്ല മിക്കവരും ചെയ്യണത്. പിന്നെ ചെറുപ്പം മുതലുള്ള അവരുടെ ജീവിത സാഹചര്യങ്ങളും ഒക്കെ ഇപ്പൊ ഈ മോണ്ടിസോറി ഇതിലൊക്കെ കുട്ടികളെ നല്ല രീതിയിൽ വളർത്താൻ വേണ്ടിയിട്ട് മറ്റുള്ളവരോട് ഒരു സഹാനുഭൂതിയൊക്കെ. ആ കുട്ടി ചെയ്തത് സ്വന്തം അനിയനെയും മുത്തശ്ശിയെയും പിന്നെ ഒരു കസിനെ പിന്നെ സ്നേഹിച്ച പെൺകുട്ടിയാണ് കൊന്നത് അല്ലെ? ഉമ്മ ഇപ്പോ നോർമൽ ഹോസ്പിറ്റലാണ്. അതും ക്രൂരമായാണ് കൊലപ്പെടുത്തിയേക്കുന്നത്. അവിടെ എവിടെയാണ് അവിടെ ഒരു ന്യായം പറയാനുള്ളത് അല്ലെ? ഒന്നും പറയാനില്ല. ആള് ചെയ്തത് എന്തോ ഒരു ദിവസം തന്നെയാണ് എല്ലാം ചെയ്തത് അല്ലെ? അടിച്ചു പൊളിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് ഈ മൊബൈൽ ഫോണ്, ബൈക്ക്, ഇതൊക്കെയായിരുന്നു പുള്ളിയുടെ ഒരു ഹോബി. ബൈക്കിൽ സഞ്ചരിക്കലാണ് ഏറ്റവും കൂടുതൽ. പിന്നെ പുതിയ പുതിയ മൊബൈൽ ഫോണുകൾ വാങ്ങിക്കുക. ഇന്ന് രാവിലത്തെ ന്യൂസിലെ അവന്റെ ശരീരത്തിൽ എങ്ങും ലിക്വറിന്റെയോ ഇത് കഴിക്കുന്നതായിട്ടുള്ള യാതൊരുവിധ ബ്ലഡിൽ ഇല്ല എന്നുള്ള പരിശോധന ഫലം വന്നിരുന്നു. കോൺഷ്യസ് ആയിട്ടാണ് ആള് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെ അതൊക്കെ കഴിച്ച് ബോധമില്ലാതെ ചെയ്തതും അല്ല, സെൻസോടുകൂടി വകവരുത്തിയത് എല്ലാത്തിനും. എങ്കിലും ഇത്രയും പേരെ ഒരു ദിവസം കൊണ്ട് എങ്ങനെ നമുക്കത് ആലോചിക്കാൻ പോലും പറ്റില്ല അല്ലെ? ഒരു ദിവസം എന്നിട്ടും അവനക്കും ഒരു കുറ്റബോധം ഒന്നും ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ്. കൈകൊടുക്കാൻ പോലും വേദനിക്കുന്നവരാണ് നമ്മളൊക്കെ. അപ്പൊ അത്രയും പേര്, പ്രത്യേകിച്ച് ആ പെൺകുട്ടീനെ എങ്കിലും വെറുതെ വിടായിരുന്നു. പെൺകുട്ടി ചെയ്തു അല്ല, കുഞ്ഞനിയൻ എന്ത് ചെയ്തു? ആരും ഒരു തെറ്റ് ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ. പക്ഷെ അപ്പൊ ആളെ നമുക്ക് വെറുതെ ഇടാൻ പറ്റില്ല. ആള് ഇപ്പൊ കോൺഷ്യസ് ആയിട്ട് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ വളരെയധികം വലിയൊരു കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. നാളെ എന്താണ് ന്യൂസ് എന്നുള്ളത് നമുക്ക് പേടിയാണ് അല്ലെ? ഓരോ ദിവസം കണ്ണു തുറക്കുമ്പോൾ എപ്പോഴും ഈ കൊലപാതകങ്ങൾ 350 മേലെ കൊലപാതകങ്ങൾ ഈ ഒരു ചെറിയ പീരീഡിൽ നടക്കുക. അത്
എങ്ങനെയാണ് തൊട്ടടുത്ത വീട്ടിലുള്ളവരെ അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാർ, അച്ഛൻ മകളെ, മകൾ അച്ഛനെ, അങ്ങനെയൊക്കെ എന്തൊക്കെയാണ് അല്ലെ? എന്തായാലും നമ്മുടെ ലോകത്തിന് കൊലപാതകങ്ങൾ തന്നെ അല്ല ആത്മഹത്യയും. ഇപ്പൊ ട്രെയിനിന്റെ മുന്നിൽ ചാടി 3 ചത്തുന്ന് കേട്ടിന്ന്. യെസ്, ആത്മഹത്യമൊക്കെ പിന്നെയും ഉണ്ട്. ഇത്രയും ഒരു മനുഷ്യനെ പരസ്പരം അങ്ങോട്ട് വെട്ടിക്കൊലപ്പെടുത്തുക അല്ലെങ്കിൽ ചെറിയ തെറ്റിന്റെ പേരില് കൊന്നു കളയാന്നുള്ളൊരു മൈൻഡാണ് ഇപ്പൊ മനുഷ്യരുടെ. അതെന്തായാലും ഇങ്ങനെ പെട്ടെന്നുള്ള പ്രകോപനങ്ങളിൽ അങ്ങനെ വീണിട്ട് പെട്ടെന്നുള്ള ദേഷ്യത്തിലൊക്കെയാണ് ചെയ്യണത്. ദേഷ്യം കൺട്രോൾ ചെയ്യാനൊന്നും ആർക്കും ഇപ്പൊ കഴിവില്ലാത്ത പോലെയാണ്. എന്താ തോന്നണേ അപ്പൊ അങ്ങോട്ട് ചെയ്യാണ്. അതും യാതൊരു കാരണങ്ങളൊന്നും ഉണ്ടാവില്ല. ചെറിയൊരു വഴക്കിന്റെ പുറത്ത് കൊലപാതകം തന്നെയുള്ളൂ. ഞാൻ നിങ്ങളോട് പറയുകയെന്ന് വെച്ചാൽ നമ്മൾക്കിപ്പോ എവിടെ താമസിക്കും, നമ്മുടെ പരിസരത്തുള്ളവർ അറിയായിരിക്കും, എങ്കിൽ കൂടിയും ചുറ്റുള്ളവരോടും നമ്മളൊരു അകലം പാലിച്ച് തന്നെ ആയിരിക്കണം. കുട്ടികളാണെങ്കിൽ പോലും നിങ്ങളൊന്നും അപ്പുറം ഇപ്പുറം ഒരു വീട്ടിലൊന്നും ആരും പറഞ്ഞയക്കുക അല്ലെങ്കിൽ അവരോട് ഇങ്ങനെ വരാനോ അങ്ങനെ ഒന്നും ഒരു അറ്റാച്ച്മെന്റുകളൊന്നും ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. എപ്പോഴാണ് ഇവരുടെ മൈൻഡ് മാറണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടികളൊക്കെ വീട്ടിലുള്ളവരാണ് അല്ലെങ്കിൽ അപരിചിതരെ കാണുന്ന സമയത്ത് ആ ഒരു മൊമെന്റിൽ ലീവ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. അങ്ങനെ ആയിരിക്കണം. നമുക്ക് ആരെയും വിശ്വസിക്കും, വീട്ടിലുള്ളവരെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമായി. അങ്ങനെയല്ലേ? ഇപ്പൊ ആ കുട്ടിയുടെ ഉമ്മയ്ക്കും അനിയനൊക്കെ ആ കുട്ടിയെ എന്ത് വിശ്വാസമായിരുന്നു. പക്ഷെ ഒരു ദിവസം കൊണ്ട് എല്ലാ വിശ്വാസങ്ങളും ഇല്ലാതായി പോയി. എന്താണ് ആരുടെയൊക്കെ മനസ്സ് എപ്പോഴൊക്കെ മാറുന്നത് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ വളരെയധികം ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, നിങ്ങള് നിങ്ങളൊരു ടീച്ചർ എന്ന നിലയിൽ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കണം. നമ്മളെപ്പോഴും അലേർട്ട് ആയിട്ട് തന്നെ ഇരിക്കണം. എപ്പോ എന്ത് സംഭവിക്കാം. വളരെയധികം ധൈര്യത്തോടു കൂടി ഒന്നും പതറരുത്. നമ്മൾ പേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഒരു സാഹചര്യം മുന്നോട്ട് കൊണ്ട് വേണം നമുക്ക് പോകാനായിട്ട്. നിങ്ങൾക്ക് മനസ്സിലായോ? പറയുന്നത് മനസ്സിലായില്ലേ? അയൽപക്കക്കാരൊക്കെ ഉണ്ടാവും, നമ്മൾക്ക് ഏറ്റവും അടുപ്പം ഉള്ള ഉണ്ടാവും. പക്ഷെ എങ്കിലും നമ്മളോട് അങ്ങനെ പ്രാപിച്ചേക്കണം കേട്ടോ. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു ലോകമായി. ഇനി ഒരു 2-3 കൊല്ലം കഴിയുമ്പോഴേക്ക് ഇവിടെ കേരളമൊക്കെ എങ്ങനെയായിരിക്കും പറയാൻ പറ്റും. ഇതൊക്കെ നമ്മള് പണ്ടൊക്കെ നമ്മൾ പുറം നാടുകളിൽ ഇങ്ങനെ പുറത്തുള്ള നാടുകളിൽ ഇങ്ങനെ കൊലപാതകമൊക്കെ കേട്ടിട്ടുള്ളൂ അല്ലെ? പക്ഷെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇവിടെ കേരളത്തിലാണ് ഇത്ര അധികം കൊലകൾ നടന്നിരുന്നത്. അത് 1-2 പേരല്ല, ഒരു വീട്ടിലെ ഫുൾ ആൾക്കാരെ എത്ര മെമ്പേഴ്സ് ഉണ്ട് അവരെ കൊലപ്പെടുത്താണ് ചെറിയ തെറ്റുകളുടെ പേരിൽ. മനുഷ്യന് മരണം എന്നുള്ളത് എന്താണ് വളരെയധികം ഒരു പൂവറിക്കുന്ന ലാണവെന്ന് വേണമെന്ന് ഒരാളെ കൊന്നു കളയണം. വീട്ടിലുള്ള കുട്ടികളും ഉണ്ടെങ്കിൽ അവരെ പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കണം. പുറത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ പരിസരം നമ്മുടെ ആരും ആയിക്കോട്ടെ, നമ്മുടെ അച്ഛനൊക്കെ ഉള്ള സമയത്ത് മാത്രം കൂടെ ഉണ്ടായിരിക്കുക. അപ്പൊ അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് പറഞ്ഞു കൊടുക്കണം കേട്ടോ. പിന്നെ ഇപ്പൊ മയക്കുമരുന്നിന്റെ ഒക്കെ ഒരു കാലഘട്ടമാണ്. അപ്പൊ സ്കൂളിൽ പോകുന്ന സമയത്താണെങ്കിലും അതിനുള്ള ഒരു അനുഭവം നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ, അത് ചെയ്യാം. അപ്പൊ നമ്മൾ പറഞ്ഞില്ല നമുക്ക് തന്നെ അറിയാതെ പോകണ്ട. അതേപോലെ തന്നെ നിങ്ങൾ സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ ഇന്റേൺഷിപ്പിന് ഇപ്പൊ ബാക്കിയുള്ളവരൊന്നും പറഞ്ഞൊന്നുമില്ല പോണമായിരുന്നു. പോകുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സബ്സ്റ്റാൻസ് യൂസിനെ പറ്റി ലഹരി ഉപയോഗ പദാർത്ഥങ്ങളെ കുറിച്ചിട്ട് കുട്ടികൾക്ക്, ചെറിയ കുഞ്ഞുങ്ങളായിക്കോട്ടെ എങ്കിൽ കൂടി എന്താണ് നിങ്ങൾ അതിനെ പറ്റി പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ സ്ട്രേഞ്ചേഴ്സിൽ നിന്ന് അകലം പാലിക്കുന്നതിനെ കുറിച്ചിട്ട് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി അവർക്ക് കൂടുതൽ അവബോധം നിങ്ങൾ കൊടുക്കണം കേട്ടോ. ക്ലാസ് റൂമുകളിൽ അതിനെ പറ്റിയുള്ള എന്തെങ്കിലും വീഡിയോസ് ഒക്കെ, അല്ലെങ്കിൽ വീഡിയോസ് അല്ല, അതിന്റെ ഒരു അവയർനെസ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം കേട്ടോ. കുറച്ച് സമയം കിട്ടുന്നില്ല. അതൊക്കെ ശരിയാ മിസ്സേ. എങ്കിലും നമ്മുടെ വീട്ടിനകത്തുള്ളവരാ വന്ന് വെട്ടിക്കൊല്ലുന്നെങ്കിൽ നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇനി എടുക്കേണ്ടത് ഇതിലൊക്കെ പ്രിക്കോഷൻസ് എടുക്കേണ്ടി വരും അല്ലെ? പുതിയ നിയമങ്ങൾ വന്ന് പ്രിക്കോഷൻസ് ചെയ്യേണ്ടി വരും. ശരിയാണ് ഉഷ പറഞ്ഞത്. വീട്ടിലുള്ളവർ എന്തെങ്കിലും ആകുമ്പോ നമ്മൾ എന്താ ചെയ്യാല്ലേ? എന്തായാലും മരണം സുനിശ്ചിതമാണ് എപ്പോഴാണെങ്കിൽ. അതല്ലെങ്കിൽ ഉറപ്പുള്ള കാര്യമാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ മരിക്കാന്നുള്ളത് വളരെ കഷ്ടമാണല്ലോ. എന്ത് വിശ്വസിച്ച് പുറത്തിറങ്ങാതെ പുറത്തും വീട്ടിലും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. സ്വന്തം കുഞ്ഞുങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല, പിന്നെ ഇങ്ങനെ ജീവിക്കാനാ? ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. സ്നേഹമൊന്നുമില്ല. എന്താ എന്തിനാ ജീവിക്കുന്നത്? ഇതിനൊക്കെ വേണ്ടി ജീവിക്കണം, അത്രേ ഉള്ളൂ.
ആത്മാർത്ഥമായിട്ട് ജീവിക്കുന്ന വളരെ കുറച്ച് പേരുണ്ടാവും. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന് ആലോചിച്ചു നിങ്ങള്. നിങ്ങളിലേക്ക് അവർക്ക് എന്തോ വേറെ എന്തൊക്കെയോ ആവശ്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു, ജീവിതം ആസ്വദിക്കാൻ വേണ്ടി മാത്രം. അത് കാലഘട്ടമാണ്. ഇഷ്ടമുണ്ടല്ലേ? നമ്മുടെ ലോകം ഇങ്ങനെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുക ഓരോ ദിവസവും. അഞ്ചിത ക്ലാസ്സിന് പോയോ? അഞ്ചിത Miss. അഞ്ചിതൊക്കെ എന്താ പറയാനുള്ളത്? എന്ത് പറയാനാ? സ്പീച്ച്ലെസ് ആണ്. ചില കാര്യങ്ങൾ നമ്മൾ സ്പീച്ച്ലെസ് ആണ്, നമുക്ക് പറയാനൊന്നുമില്ല. ഓരോരുത്തരുടെ കാണുമ്പോൾ വളരെ ഇത്രയൊക്കെ ബുദ്ധിമുട്ടി വളർത്തിക്കൊണ്ട് വന്നിട്ട് അവരുടെ കൈകൊണ്ട് തന്നെ മരണപ്പെടേണ്ട അവസ്ഥ. പക്ഷെ ഇപ്പൊ ആ കുട്ടിയുടെ അമ്മയ്ക്കായിട്ട് ഓർമ്മ വന്നിട്ട് ആള് മോനൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് കണ്ടായിരുന്നു നിങ്ങളാ? ന്യൂസ് അല്ലേ? ന്യൂസിൽ പറയുന്നുണ്ട് മോനെല്ലാം ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് അവര്. കട്ടിലെന്നാ പറയുന്നത്. പക്ഷെ അവരവിടെ അറിഞ്ഞിട്ടില്ല. ബാക്കിയുള്ള 5 പേര് 4 പേര് മരിച്ച കാര്യം അവര് അറിഞ്ഞിട്ടില്ല. ഇതാണ് മിസ്സേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനും കാരണം. കുഞ്ഞുങ്ങള് തെറ്റ് ചെയ്താലും തള്ളമാര് അവരുടെ കൂടെ നിന്ന് ഡാൻസ് കളിക്കും, അവര് ചെയ്തിട്ടില്ല എന്ന് വരുത്തി കൂട്ടും. അതൊക്കെ അങ്ങനെ അവന് ചാൻസ് കൊടുത്തോണ്ട് അവൻ ഇപ്പൊ ഇത് ചെയ്തത്. ഇതും അവനെ സപ്പോർട്ട് ചെയ്യുമല്ലേ. കുഞ്ഞുങ്ങള് തെറ്റ് ചെയ്ത് അത് തുടക്കത്തിലെ തിരുത്തി അവരെ നേരെ വളർത്തണം. അതവർക്ക് കുറെ കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് മോനോട് പറയാതെ അവരെല്ലാം ചെയ്തു കൊടുത്ത ചെറുപ്പത്തിലെ അങ്ങനെ ഇതാക്കി എന്നൊക്കെയാണ് പറയുന്നത്. ചോദിക്കണ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തേ. കഷ്ടമുണ്ട്. അടുത്ത കൊലപാതകം ഇവിടെയാണെന്നുള്ളതാണ് അല്ലേ? ഇപ്പൊ ഇവിടെ ഇങ്ങനത്തെ ന്യൂസാ. എല്ലാ ദിവസങ്ങളിലും എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ വെറുതെ ബൈക്കിന് പോണവരെ വെറുതെ വെട്ടിക്കൊലപ്പെടുത്തുക. ബൈക്കിന് യാത്ര ചെയ്ത് പോണവരാണ് അവര്. ഒരു അമ്മയും മോളും ബൈക്കിന് യാത്ര പോയായിരുന്നു. അവരെ പുറകെ വന്നിട്ട് അമ്മേനും മോളും വെട്ടി. പക്ഷെ ഭാഗ്യത്തിനൊക്കെ മരിച്ചില്ല. ഹോസ്പിറ്റലിൽ നാട്ടുകാർക്ക് കൂടി എത്തിച്ചു. അതൊക്കെ എന്താ? അതുവരെയൊക്കെ എന്ത് ചെയ്തിട്ടാ? വെറുതെ പോണവരൊക്കെ ഉച്ചയ്ക്ക് ഒരു ന്യൂസ് കണ്ടത്, 2 കുട്ടികള്, അത് വേറെ സ്കൂളിലെ കുട്ടികള് ട്യൂഷൻ സെന്ററില് പ്രോഗ്രാം നടത്തിയപ്പോ, സെൻഡ് ഓഫ് നടത്തിയപ്പോ ഒരു ടീമിന്റെ, അത് വേറൊരു സ്കൂളിലെ പിള്ളേര് എന്തോ ഡാൻസ് നടന്നുകൊണ്ടിരിക്കുമ്പോ അത് ഫോണിലെ പാട്ട് ഓഫായി. അപ്പൊ ഓപ്പോസിറ്റ് ഇങ്ങനെ വേറെ സ്കൂളിലെ പിള്ളേര് കളിയാക്കി. അതവിടെ തീർന്നു. പക്ഷെ ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോ ഇവരടുത്തുള്ള ഏതോ സ്ഥലത്ത് വെച്ച് ഇവര് തമ്മിൽ ഇടിയായിട്ട് ഒരു പയ്യന്റെ തലയ്ക്ക് ഭയങ്കരമായിട്ട് പരിക്കായിട്ട് ഹോസ്പിറ്റലിലാണ്. ക്രിട്ടിക്കലാന്ന് പറയണ. ഇപ്പൊ കൊലപാതകം മാത്രമല്ല, പോക്സോ കേസ് എന്തോരാണെന്നല്ലേ? പോക്സോ കേസ് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനും ഒരു അറുതിയില്ല. രണ്ടും കൂടെ ബാലൻസ് ചെയ്താണ് പോകുന്നത്. കൊലപാതകങ്ങളും പോക്സോയും പീഡന കേസുകളും ബാലൻസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. ഇതിന് നമ്മളെ കൊണ്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റുമല്ലേ? നമ്മളെ കൊണ്ടൊക്കെ ഒന്നും ചെയ്യാൻ പറ്റുമോ? പറഞ്ഞു കൊടുക്കുക, പഠിപ്പിക്കുന്ന കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക, നേർവഴിക്ക് പോകണം എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷെ നമ്മളൊക്കെ സത്യം പറഞ്ഞ നിസ്സഹായരാണ് അല്ലെ? സത്യം പറഞ്ഞ നിസ്സഹായരാണ് നമ്മളെന്ത് ചെയ്യാൻ? നമുക്ക് അതിനുള്ള പുറം രാജ്യങ്ങളിലുള്ള പോലത്തെ നിയമങ്ങൾ നമ്മുടെ നാട്ടില് എന്താണ് ഒരിക്കലും ഇനി വരുമെന്ന് തോന്നുന്നുണ്ടോ? അതിന് അവരുടെയൊക്കെ വീടുകളിൽ, ഇപ്പൊ അധികാരികളുടെയൊക്കെ വീടുകളിൽ ഇതുപോലെ എന്തെങ്കിലും സംഭവിക്കേണ്ടി വരും. അപ്പൊ ചിലപ്പോ നിയമങ്ങളൊക്കെ അല്ലാതെ പോലീസ് ശരിക്കും പറഞ്ഞാൽ അവര് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റുന്നില്ല. പല കേസസും അപ്പൊ തന്നെ കണ്ടുപിടിക്കുന്നുണ്ട്, കൊലപാതകം അപ്പൊ തന്നെ പിടിക്കുന്നുണ്ട്. നല്ല അത്യാവശ്യം നന്നായി നല്ല രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ അവരില്ലല്ലോ നിയമങ്ങള്, അതിന് മേലിലുള്ള ആൾക്കാരല്ല നിയമങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ളവരെ ഒറ്റയടിക്കാനെ കൊന്നുകളയണം എന്നുള്ള നിയമങ്ങള് വരണം. അതാണ് വേണ്ടത്. അതെ, പുറം രാജ്യങ്ങളിലെ നിയമങ്ങൾ വരുന്നത് തന്നെയാണ് നല്ലത്. അപ്പൊ കുറ്റകൃത്യങ്ങൾ കുറയുവേ അല്ലേ? പക്ഷെ അങ്ങനെ നടപ്പിലാക്കാനുള്ള ഒരു അധികാരികള് നമ്മളിപ്പോ സിനിമയിലൊക്കെ കാണുമ്പോൾ സിനിമയിലൊക്കെ വരുന്നില്ലേ, ഒരു ഹീറോ ഉണ്ടായിരിക്കും, ഒരു ഭരണാധികാരി. പക്ഷെ
ചിലപ്പോ അങ്ങനെ ഒരാള് ആ വരുന്ന ആളെ നമ്മൾ എങ്ങനെ വിശ്വസിക്കല്ലേ. അതാണ്. അപ്പൊ എല്ലാവരും നോക്കി കണ്ടൊക്കെ ഒന്ന് ഒരു ചൂടൊന്ന് അലർട്ടായിട്ടിരിക്കുക. എവിടെ പോണെങ്കിലും പ്രത്യേകിച്ച് രാത്രിയൊക്കെ നമ്മള് യാത്രകൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. രാത്രി യാത്രകൾ ഒഴിവാക്കുക, അതായിരിക്കും നല്ലത്. ഉച്ചയ്ക്ക് ഒരിക്കലും നിങ്ങൾ യാത്ര ചെയ്യരുത്, അല്ലെങ്കിൽ കൂടെ അല്ലെങ്കിൽ ആ സമയത്ത് പോവാതിരിക്കുക. അത് നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക മാക്സിമം. ഒരു പേടി മനസ്സിൽ വരണം. അതായത് ചിലപ്പോൾ അത് ചെയ്യാതിരിക്കും. ഓക്കെ, ഒന്ന് പറഞ്ഞ് പേടിപ്പിച്ചല്ല കേട്ടോ, നമ്മളതിനെ കുറിച്ചൊന്ന് കാര്യമായിട്ട് ധരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, മനസ്സിലായല്ലോ? യെസ്. ഓക്കെ, പിന്നെ എന്താണ് വിശേഷം? ഞങ്ങള് നാളെ ഇവിടെ സ്റ്റാഫുകളെല്ലാരും ടൂർ പോണേക്കാം. മൂന്നാർക്ക്. എവിടേക്ക്? മൂന്നാറ്. മൂന്നാറ് മഴയാന്ന് പറയുന്നത്, പക്ഷെ ഇന്ന് തീരുമാനിച്ചു പോയി. കുറെ നാളൊക്കെ ഇവിടെ ട്രിപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പറഞ്ഞ് ഇത്രയും എനിക്ക്. അപ്പൊ ഞങ്ങൾ ട്രിപ്പൊക്കെ പോയിട്ട് വരാം. എൻജോയ് ചെയ്യും. ഞങ്ങളെയും കൂടെ കൊണ്ടുപോകാം മിസ്സേ. ഓഫ്ലൈൻ ആണെങ്കിൽ നമുക്ക് നോക്കായിരുന്നു. ഓഫ്ലൈൻ ആണെങ്കിൽ എന്തായാലും ക്ലാസ്സിൽ നിന്ന് കുട്ടികളെ കൊണ്ടുപോകണം. എവിടേക്കാ മിസ്? ഞങ്ങള് മൂന്നാർക്ക് പോണേ. ആ, ഞങ്ങൾ പോയിട്ടുണ്ട്. മൂന്നാർ പോയിട്ടുണ്ട്. എപ്പോഴും പോണതല്ല, പക്ഷെ അവിടെ പോകുമ്പോ വേറൊരു വൈബാണ്. അതെ. പിന്നെ നിങ്ങൾക്ക് ഫോട്ടോസ് ഒക്കെ കാണാൻ പറ്റില്ല, ഗ്രൂപ്പിൽ കാണാൻ പറ്റുമല്ലോ. മറ്റേ കൺവോക്കേഷൻ സെറിമണിയിലേക്ക് ഫോട്ടോസ് കണ്ടല്ലേ നിങ്ങൾ? ഉണ്ടായിരുന്നു. കണ്ട വീഡിയോസ് ഒക്കെ കണ്ടിരുന്നല്ലേ? അതെ. സൂപ്പർ ഡാൻസ് ആയിരുന്നു. മിസ്സിന്റെ ഡാൻസ് സൂപ്പർ. ഓക്കെ, താങ്ക് യു. മിസ് ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടല്ലോ. നന്നായിട്ട് കളിക്കണ്ടായിരുന്നു. ഇങ്ങനെ കളിക്കും. ഗീത പിന്നെയും കയറിയിട്ടില്ലേ ക്ലാസ്സില്? ഇതൊക്കെ വരാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സൈൻ ഔട്ടോ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? എനിക്ക് റെഗുലർ ക്ലാസ്സിൽ കയറുന്നവരൊക്കെ വ്യക്തമായിട്ട് അറിയാം കേട്ടോ. റെഗുലർ ക്ലാസ്സിൽ ആദ്യം കയറുന്നത് വ്യക്തമായിട്ട് അറിയാം. അതിന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, എന്നാ ലെഫ്റ്റ് ആയിക്കോളൂ. താങ്ക് യു. താങ്ക് യു മിസ്. സമീറ പറഞ്ഞ കാര്യം ചെയ്യണം കേട്ടോ.